ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ചയല്ലേ? അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവാണ്. എനക്കിട്ടെവിടെയും പോകാൻ വേണ്ട, വലിക്കാർക്കും പണിയില്ല. അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ പോകുന്നു കേട്ടോ പുഴയോരത്ത്. ഞാനും ജയേഷേട്ടനും ശശിയേട്ടനും അന്നേ രാവിലെ തന്നെ വന്നേ. ഏകദേശം 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എത്തി കേട്ടോ ഇവിടെ. രണ്ടാളൂടി വരുന്നുണ്ട് കുരുടി മുക്കുന്നത്, ഉണ്ണിയും എൻ്റെ ഫ്രണ്ടും കൂടി. അപ്പം നമ്മൾ എത്തിയ പാടേ ചൂണ്ടയിടാനൊക്കെ തുടങ്ങി. എനക്കും കിട്ടി കേട്ടോ ഒരു ചൂണ്ട. ചെറിയ ചെറിയ മാലാനൊക്കെയാണ് നമുക്ക് ആദ്യം കിട്ടി തുടങ്ങി. അന്ന് ഇപ്പം കണ്ടിട്ട് നമ്മളൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ അങ്ങോട്ട് മീനിൻ്റെ ചാകര തന്നെയായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ മാലാനും അതുപോലെ വലിയൊരു ചെമ്പല്ലിയും അമൂറും ഒക്കെ കിട്ടീനേ നമുക്ക്. അത് പിടിക്കുന്ന മാലാനൊക്കെ ഇല്ലേ ഈ നിലത്തിട്ടേക്ക് എന്നേ ചെയ്യുന്നേ. ഓരോ മാലാൻ്റെ വലിപ്പം കണ്ടെങ്കിൽ കണ്ട ജയേഷേട്ടൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാന്നേ. കയ്യിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട് മാല. നമ്മൾ വലിപ്പം കൃത്യമായിട്ട് കിട്ടേണ്ടിട്ടോ ഇങ്ങനെ എടുത്ത് പിടിച്ചേ. അപ്പം നമുക്ക് കിട്ടുന്ന മാലാനെല്ലാം ഇങ്ങനെ കടൽ ചെടീൻ്റെ ഈ കുറ്റിച്ചെടിയില്ലേ താഴെ, അതിൻ്റെ ചോട്ടിലാണ് ഇട്ടേക്കാന്നേ. അത് എടിയും പോകുന്നില്ല, അവിടെ കിടന്നോളും. നമ്മളിങ്ങനെ മീൻ പിടിക്കുമ്പോൾ ഉണ്ട് അതിലേ വലിയൊരു തോണിയൊക്കെ പോകുന്നു. തോണിയിലുള്ള ആൾക്കാരാരെയോ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമ്മളെ പുഴയെ മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരു ചെമ്പല്ലി കണ്ട നിങ്ങൾ വലിപ്പം. ഇതാണേ വലിയ ചെമ്പല്ലി. ഇതാ നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലുത്. എന്താ വലിപ്പം, അതങ്ങനെ പെടക്കുക കണ്ടോ. ജയേഷേട്ടനാന്നേ കിട്ടിയേ. എന്താ മക്കളെ വലിപ്പം. ചെമ്പല്ലിയുടെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പൊരിച്ചങ്ങ് അടിക്കണം കണ്ട. അതിനെ നിലത്തിട്ടാൽ അത് ജീവശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെടുക കണ്ട. വായൊക്കെ തുറന്ന് കളിക്കുന്നേ. എല്ലാവരും ഓരോ ചൂണ്ടയും കൊണ്ട് ആടെയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എവിടുന്നാ കിട്ടുകയെന്നറിയില്ലല്ലോ. നമ്മൾ രാവിലെ തന്നെ വന്നതിനെ കൊണ്ട് പയച്ചിട്ട് കണ്ണ് കാണുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ണീനെ വിളിച്ച് പറഞ്ഞിട്ടാ വരുന്നേരം എന്തേ മാണെന്ന്. അന്നേരം ഓൻ വരുന്നേരം കജൂറും ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടത്. അങ്ങനെ ആരെല്ലാം തിന്ന് നമ്മളെ പൈപ്പ് തൽക്കാലം അവിടെ അടക്കി പിടിച്ചു. നല്ല മഴയുണ്ട് കേട്ടോ. ഇടയ്ക്കിടക്ക് നല്ല മഴയും ഇടയ്ക്കൊന്ന് ചോരും. നമ്മളെല്ലാവരും കോട്ടലിലിട്ട് നല്ല സെറ്റപ്പായിട്ടാണേ നിൽക്കുന്നേ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്രാവശ്യം മീൻ പിടിക്കുക. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടേനെ. നമ്മൾ ഈ കോട്ട് കളറ് കോട്ടായതിനെ കൊണ്ട് നമുക്ക് വേഗം മനസ്സിലാകുകയും ചെയ്യും. അവിടെയും ഇവിടെ ജെംസ് മുട്ടായ പോലെ പല കളറ് കോട്ടിലെ ആൾക്കാർ നിൽക്കുന്നത്. ഓറഞ്ചും പച്ചയും മഞ്ഞയും നീലയും എന്നൊക്കെ പറഞ്ഞതിൻ്റെ തൊട്ട്. ശശിയേട്ടനും ഉണ്ണിക്കും ജയേഷേട്ടനും ഉണ്ണീൻ്റെ ഫ്രണ്ടിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മാല തന്നെ അധികവും കിട്ടുന്നേ. ചെമ്പല്ലി നമുക്ക് കിട്ടിയില്ലേ, അത് മാത്രം കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും ഓരോ വൈക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചൂണ്ട ഇടുന്നുണ്ട്, ഇടയ്ക്ക് ഒരു പോലെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിക്ക് ചൂണ്ട എടുത്തുകൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്, ഒലിക്ക് പൊറോട്ട എടുത്തുകൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പരിപാടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം കയറി വരികയും അതുപോലെ തന്നെ നല്ലോണം ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് റെഡിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഒറ്റ വലിച്ചിൽ ഒറ്റ കയറ്റം അങ്ങനെയൊക്കെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പുഴേൻ്റെ അപ്പുറം മുറിച്ച് കിടക്കേണ്ടിയിട്ട് തന്നെ കുഞ്ചിയിലൊക്കെ കയറ്റിയിട്ടാണ് കൊണ്ടുപോയി ജയിച്ചിട്ടെ. കണ്ടോ അമൂറ് കണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം വലുതാണേ അമൂറ് കണ്ടോ. ഞാനെന്നെ പിടിച്ച് കുറേ എടുത്തൊക്കെ നോക്കി. കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരി കളിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ചെവിയൊക്കെ ഇല്ലേ ചെകിള, അതൊക്കെ കൂട്ടി പിടിച്ചിട്ടാട്ടോ ഞാൻ പിടിച്ച് വെച്ചേ. നമുക്കെല്ലാവർക്കും കിട്ടുന്ന മീനില്ലേ ഇങ്ങനെ ഒരുത്തേൽ കൂട്ടിയിടുകയാണേ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ആർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുക ചെയ്യുക. അപ്പം ഞാനെന്താക്കി, ഈ വലിയ ചെമ്പല്ലില്ലേ, എനിക്ക് ചെമ്പല്ലി മതി എന്ന് പറഞ്ഞ് ഞാൻ ആ ചെമ്പല്ലി മാത്രം എടുത്ത്. ശശിയേട്ടെ ഓർക്ക് കുറച്ച് മാലാനും എടുത്ത്. അങ്ങനെ നമ്മൾ രാവിലെ പോനെ കൊണ്ട് നമ്മളിങ്ങ് പോന്നേ. ഉണ്ണിയും എൻ്റെ ഫ്രണ്ടും കുറച്ച് കഴിഞ്ഞിട്ടില്ലേ വന്നേ. അതുകൊണ്ട് ഒരു കുറച്ചുകൂടി കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചെമ്പല്ലി വീട്ടിലെത്തി പൊരിച്ചിട്ട് വേണം നമുക്ക് ചോറുണ്ണാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എന്താക്കി, വീട്ടിലെത്തിയ പാട് ഞാൻ കുളിയൊന്നും കഴിയാണ്ട് വേഗം മീൻ മുറിക്കാൻ നിന്നേ. നല്ലോണം ഇതിൻ്റെ തൂളിയെല്ലാം പോക്കി അതിൻ്റെ വാലും ചിറകും എല്ലാം മുറിച്ച് നല്ലോണം തലയൊക്കെ മുറിച്ച് തൂളിയെല്ലാം പോക്കി നല്ല വൃത്തിയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. പള്ള കീറി അതിൻ്റെ കുടൽമാല വരെ ഞാൻ പുറത്തെടുത്ത് സെറ്റാക്കി എടുത്ത്. അങ്ങനെ വരിഞ്ഞ് കഴുകിയെടുത്ത മീനിൽ നമ്മൾ ചെറുനാരങ്ങ നീരിൽ ഉപ്പും മഞ്ഞളും മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ തേച്ച് നല്ല അടിപൊളി മസാലയാക്കി എടുത്ത് പെരക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കുറച്ച് സമയം വെക്കും കേട്ടോ. മസാല പെരക്കിയിട്ട് കുറച്ച് സമയം വെക്കും, എന്നിട്ട് മാത്രം ഇത് പൊരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് സംഭവങ്ങളെല്ലാം സെറ്റാക്കി അവിടെ വെച്ച്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് സെറ്റായി വരുമല്ലോ. നല്ല ടേസ്റ്റായി കൂട്ടോ. ചെറുനാരങ്ങ നീരിൽ പച്ചവെള്ളം ഒഴിക്കാണ്ട് ചെറുനാരങ്ങ നീരിൽ മാത്രം ഇത് മിക്സ് ചെയ്ത് പുരട്ടി പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ചെറുനാരങ്ങേൻ്റെ പുളിപ്പും ആ മുളകിൻ്റെ എരിവൊക്കെ വരുന്നേരം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിക്കോട്ടോ. പച്ചവെള്ളം ഞാൻ തീരെ തൊടുന്നില്ല, ഫുള്ള് നാരങ്ങ നീരിൽ മാത്രമാട്ടോ ഇത് സെറ്റാക്കുന്നത്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ലോണം തേച്ച് അതിനെ പിടിപ്പിച്ച് അതിനെ നല്ല കുട്ടപ്പനാക്കി കിടത്തിയിട്ട് ഞാൻ പോയി കുളിച്ച്
മാറ്റി വന്നിട്ടോ. എന്നിട്ടാണ് ഇത് പൊരിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഞാൻ പൊരിക്കാനെടുത്ത പാനില്ലേ, പാനിനേക്കാളും വലുപ്പമുണ്ട് കേട്ടോ ഈ മീനിന്. അതുകൊണ്ട് ഞാൻ പൊരിക്കാൻ കുറേ കഷ്ടപ്പെട്ടെ. ആദ്യം 2 കറിവേപ്പിലൊക്കെ വെച്ച് അതിൻ്റെ മേലെ നല്ലോണം കിടത്തി. ഇതിൻ്റെ വാലൊക്കെ എന്നിട്ട് പുറത്തായിരുന്നു കേട്ടോ. വാലൊക്കെ ആദ്യം പൊരിഞ്ഞിക്കില്ലേനു. പിന്നെ ഞാൻ അതിനെ തിരിച്ചിട്ട് മറിച്ചിട്ട് കുമ്പിടുത്തി കിടത്തി മലത്തി കിടത്തി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതിനെ പൊരിച്ചെടുത്തട്ടോ. പൊരിഞ്ഞ് വരുമ്പോൾ എന്താണെന്നാ സ്മെല്ല് നിങ്ങൾ കണ്ട. അതിനെ വിമാനം പോലെ ഞാൻ കിടത്തി വെച്ച പാനിൽ അതിൻ്റെ പള്ളയെല്ലാം പൊരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊരിച്ചാൽ മാത്രമേ പൊരിയൂ, അല്ലെങ്കിൽ ചില ഭാഗം പൊരിയൂല. അതുകൊണ്ട് കുമ്പിടുത്തിയും മലത്തിയും തിരിച്ചും മറച്ചും 2 കോരി വെച്ച് കുറച്ച് പിടിച്ച് വെച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. എന്താ മക്കളെ സ്മെല്ല്, അടിപൊളി കേട്ടോ. ഈ സ്മെല്ല് മാത്രം മതി നമുക്ക് നിറയെ ചോറുന്നേ. അങ്ങനെ അവസാനം ചോറും ഉപ്പേരിയും നെത്തലിൻ്റെ തേങ്ങ അരച്ച കറിയും ഈ ചമ്പല്ലി പൊരിച്ചു അത് കൂട്ടി നമ്മൾ അടിച്ച് മാറാൻ പോട്ടോ. ഞാൻ മാത്രമല്ലേ, ജയേഷേട്ടനുണ്ട്. ആൾ വീഡിയോയിൽ നിൽക്കാത്തതുകൊണ്ടാണ് എന്നെ മാത്രം കാണിക്കുന്നത്. എന്താ മക്കളെ ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. ചമ്പലിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ, അടിപൊളിയാണേ. നമ്മൾ തിന്നുന്ന കണ്ടിട്ട് ഇതിമോളും വന്നിട്ടോ. അങ്ങനെ ഓളും വീഡിയോയിലൊന്നും നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ 3 കൂടി ഇത് അടിച്ച് മാറി. കണ്ട വലിയ മീനാണ്, നമുക്ക് 3-4 തിന്നാനൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലേ. നമ്മൾ തന്നെ പോയി പിടിച്ച് നമ്മൾ തന്നെ പൊരിച്ച് നല്ല ഫ്രഷ് മീൻ തിന്നുന്നൊരു ടേസ്റ്റ് ഇല്ലേ, അത് വേറെ ഒന്നിനും കിട്ടൂലല്ലേ. ഏത് ചിക്കനോ മട്ടനോ ഒന്നും കിട്ടാത്തത്ര ടേസ്റ്റ് ആയിക്കില്ലേ ഈ ഫ്രഷ് സംഭവം നമ്മൾ തിന്നുന്നേരം. എന്താ മക്കളെ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. നമ്മൾ 3 കൂടി ആകുമ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് ഈ സംഭവമില്ലേ മീൻ അത് മുള്ളായി മാറിയിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് അതിനെ കൊണ്ട് പിടിയും വലിയേനു. അങ്ങനെ വേഗം നമ്മളെ മീനെല്ലാം തിന്ന് തീർത്ത് നമ്മൾ. എന്താ മക്കളെ ടേസ്റ്റ്. ചെറുനാരങ്ങ നീരിൻ്റെ പുളിപ്പും എരിവും കറിവേപ്പിലേൻ്റെ ഈ ഒരു ചൊയയും ഒക്കെ ആയി വരുമ്പോഴത്തേക്കില്ലേ മീനൊരു വേറെ ലെവൽ തന്നെ. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വീഡിയോ. ഞായറാഴ്ച ഇങ്ങനെ അങ്ങ് പോയേ, മീൻ പിടിച്ചും അത് പൊരിച്ചു തിന്നൊക്കെ അങ്ങ് പോയിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ മുള്ള് മാത്രം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കേ.